ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ അടുത്ത കിളിക്കൂടിൽ നിധി അച്ഛനോടും ഏട്ടനോടും അമ്മയോടും ഒക്കെ സത്യങ്ങൾ തുറന്നു പറയണോ എന്ന് ആലോചിക്കുകയാണ് കേട്ടോ. സാന്ദ്ര മുന്നേ അവളോട് പറയുന്നതൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. സാന്ദ്ര പറയുന്നുണ്ട്, നിധി ഇപ്പം നിനക്ക് കിട്ടിയ അവസരമാണ്, നീ സത്യം പറയാൻ നോക്കൂ. കാരണം അച്ഛനെല്ലാം മനസ്സിലാക്കി നിന്നെ ഇങ്ങോട്ട് സ്വീകരിച്ചില്ലേ, ഇനിയെങ്കിലും നീ നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് സാന്ദ്ര പറഞ്ഞ കാര്യം അവളിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. പിന്നീട് അവൾ തന്നെ വിചാരിക്കുന്നുണ്ട്, വേണ്ട പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ച കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. പിന്നെ അഥവാ അവർ ഇവിടുന്ന് വിട്ടില്ലെങ്കിലോ അവളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. അങ്ങനെ അവൾ പറയുന്നില്ല കേട്ടോ. പക്ഷെ അവൾ ഈ ആലോചിച്ച് നിൽക്കുന്ന കാണുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ആലോചിക്കുന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഒന്നുമില്ല അച്ഛാ, ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. അപ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആരും പഴയ കാര്യങ്ങളൊന്നും അവളോട് ചോദിക്കേണ്ട, അവൾ തിരിച്ചു വന്നില്ലേ, ഇനി അവൾ അങ്ങോട്ടും പോകാൻ പോകുന്നില്ലല്ലോ. അത് കേട്ടപ്പോൾ നിധി ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, നീ ഇനി ഇങ്ങോട്ടാ മോളെ പോകുന്നത്, ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വിളിക്കും, അതൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യണം. അത് കേട്ടപ്പോൾ അരുൺ പറയുന്നുണ്ട്, നീ എന്തിനാ അത്രയൊക്കെ കഷ്ടപ്പെടുന്നത്, നിനക്ക് നല്ല മാർക്കൊക്കെ ഇല്ലേ, പിന്നെ നല്ല കമ്പനീസിലൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം, അപ്പം നിനക്ക് കിട്ടാതിരിക്കില്ലല്ലോ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, റെഫറൻസ് കൊണ്ടൊന്നും നല്ല വലിയ കമ്പനികളിലൊന്നും ജോലി കിട്ടാൻ പോകുന്നില്ല. മുന്നേ ഞാനൊരു കമ്പനിയിൽ പോയത്, അപ്പം എന്താ ഉണ്ടായി നിങ്ങൾക്ക് അറിയാമോ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഷോക്കായിട്ട് അതെന്താ നിധി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. ആ സൂര്യ വന്ന് എനിക്ക് ജോലി കിട്ടാതെ പോയി എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ രാജുവും പറയുന്നുണ്ട്, അരുൺ അവൻ എന്തിൻ്റെ കേടാ, ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചതല്ലേ, അവനെന്തിനാ വീണ്ടും വീണ്ടും ഇവിടെ ശല്യം ചെയ്യുന്നത്, അതൊന്നും അവനോട് പറയിട്ടോ എന്നൊക്കെ ഇങ്ങനെ അഭിനയിച്ച് പറയുന്നുണ്ട് കേട്ടോ. കാരണം അവരുടെ മനസ്സിൽ ഇപ്പോഴും സൂര്യ നിധിയെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. കാരണം അത്രയും നല്ലൊരു ബന്ധമാണെന്നാണ് അവർ പറയുന്നത്. അപ്പം അതുകൊണ്ട് അവർ ഈ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. നിധിക്ക് അത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ അവൾ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് ഇവർക്ക് ആർക്കും ആഗ്രഹമില്ല കേട്ടോ. ഉള്ളിൽ അവർ സന്തോഷിക്കുകയാണ് ആ ജോലി പോയതിൽ. സുധീഷ് ആണെങ്കിൽ ഉറക്ക് വന്ന് അങ്ങേയറ്റായിട്ട് പോലും ഉറങ്ങാതെ അവളെയും കാത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ അവളെ കാണാനില്ല, അവൾ എവിടെ പോയി. അങ്ങനെ അവനൊന്ന് പുറത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ അവളെ മാത്രം കാണുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ രാജീവനും അവളുടെ അമ്മയും ഏട്ടനും ഒക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അവൻ കാണുന്നത് അവളെ മാത്രം. അവളാണെങ്കിൽ നന്നായിട്ട് ചിരിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. ആ ഒരു ചിരി കാണുമ്പോൾ അവന് വല്ലാത്തൊരു ഇഷ്ടവും പ്രണയമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവൻ അവളെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ റൂമിലേക്ക് തിരികെ പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിളിക്കൂടില് ഹാളില് സുഭാഷ് ഏട്ടനും ഹരീഷും നികേഷും ഒക്കെ കിടന്നുറങ്ങുന്നതാണ് കേട്ടോ. പെട്ടെന്നാണ് ഹരീഷിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അവൻ ഇത് ആരാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നീതു ആയിരുന്നു കേട്ടോ. പക്ഷെ കോൾ അപ്പം തന്നെ കട്ടായി. എന്നിട്ട് അവൾ തിരിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അവനിപ്പോൾ അവളെ വിളിക്കണം. പക്ഷെ അവനൊരു പേടി, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുതിരുന്നത്, അപ്പോൾ അറിയില്ലല്ലോ ഒന്നാമത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഉറങ്ങിയില്ല അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഉറങ്ങിയില്ല അതല്ലേ പറഞ്ഞേ, ഒന്ന് വിളിച്ചൂടെ എന്നെ. അങ്ങനെ അവൻ പറയുന്നുണ്ട്, ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വിളിക്കാൻ, പുറത്തിറങ്ങട്ടെ. അത് കേട്ടപ്പോൾ അവൾ നല്ല ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവൻ മെല്ലെ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോയിട്ട് അവളെ വിളിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, നല്ല നാണത്തോട് കൂട്ടിയിട്ട് ചോദിക്കുന്നത്. അപ്പം തന്നെ നീതി ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് നിൻ്റെ വീട്ടുകാരെ പേടിയാണോ. അത് കേട്ടപ്പം പറയുന്നുണ്ട്, പേടിയൊന്നുമല്ല, നികേഷും സുഭാഷ് ചേട്ടനൊക്കെ അടുത്ത് കിടക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാഞ്ഞേ. അപ്പോൾ അവൾ, നിങ്ങൾ ഒരുമിച്ചാണോ കിടക്കാറ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതെ ഞങ്ങളെല്ലാവരും കൂടെ ഹാളിലാണ് കിടക്കാറ്, എന്തേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് കിടക്കില്ല അല്ലേ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതിനെന്താ പ്രശ്നം, ഒരുമിച്ച് കിടക്കുന്നതിന് ഞങ്ങൾ ഒരുമിച്ചാണ് കിടക്കാറ്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, ശരി എന്നാലേ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. അത് കേട്ടപ്പോൾ അവനൊന്നും പറയാനില്ല കേട്ടോ. അവനിങ്ങനെ തപ്പിക്കളിക്കുക. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്നോടൊന്നും സംസാരിക്കാനില്ലേ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, സംസാരിക്കാനൊക്കെ ഉണ്ട്, പക്ഷെ നീ സംസാരിക്കുക. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനല്ലേ എപ്പോഴും സംസാരിക്കാറ്, ഇന്ന് നീ പറ. അങ്ങനെ അവനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കിതൊന്നും അറിയില്ല, അതുകൊണ്ട് എനിക്ക് എന്താ പറയേണ്ടത് ഒന്നും അറിയില്ല. അപ്പോൾ അവൾ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, എന്നാൽ എന്നെ ഇഷ്ടമാണോ അല്ലേ എന്ന് പറ. പക്ഷെ അതിനവൻ റിപ്ലൈ കൊടുക്കുന്നില്ല കേട്ടോ. അതിനും അവൻ തപ്പി കളിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്കൊരു ടെൻഷൻ ആവുന്നുണ്ട്. അവളുടെ ചിരിയൊക്കെ മെല്ലെ മായുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്നെ ഇഷ്ടമല്ലേ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ ഞാൻ വിളിക്കുന്നത്, പക്ഷെ എനിക്കത് പറയാനൊരു മടി, അതുകൊണ്ടാണ്. അത് കേട്ടപ്പോൾ അവൾ ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ, അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ, ഞാൻ ഒരിക്കലും നീ എന്നെ ഇങ്ങനെ വിളിക്കുന്നൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് എന്ത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വർക്ക്ഷോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു നീ എന്നോട് ഒരിക്കലും മിണ്ടില്ലെന്നാണ് എന്നൊക്കെ അവൾ പറയുമ്പോൾ അവൻ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഞാൻ അത്ര ഹാപ്പിയാണ്. അപ്പോൾ അവൻ ചിരിക്കുകയാണ്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, ഇനി നീ പറ, ഇത്രയും ഞാൻ സംസാരിച്ചില്ലേ. അപ്പോൾ അത്രയും നേരം ചിരിച്ച് അവൻ്റെ ചിരി മായുന്നുണ്ട്. കാരണം അവനൊന്നും പറയാനറിയില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്താ ഞാൻ പറയാം, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോട്ടെ, എന്നാൽ ശരി ഞാൻ ഫോൺ വെക്കാൻ കേട്ടോ. അപ്പോൾ അവൻ വെക്കല്ലേന്ന് പറയുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. കാരണം അവൻ കോൾ വെക്കേണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നീട് അവൻ ചോദിക്കുന്നുണ്ട്, നാളെ വർക്ക്ഷോപ്പിലേക്ക് വരുമോ.
അത് കേട്ടപ്പോൾ അവള് വരണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് നിന്റെ ഇഷ്ടം. അത് അവൾക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടമോ, അപ്പം ഞാൻ വരണ്ടേ, നിനക്ക് ഇഷ്ടമല്ലേ ഞാൻ വരുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട് നീയല്ലേ വരുന്നില്ല എന്ന് പറഞ്ഞത്, പിന്നെ ഇപ്പം എന്ത് പറയാനാ ഞാൻ. അപ്പോൾ അവന് പറഞ്ഞു കൊടുക്കാണ് കേട്ടോ, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ നീ എന്നെ നിർബന്ധിക്കണം, വരണം വരണം എന്ന് പറയണം, ഇനി മുതൽ അങ്ങനെയാണ്, ഓക്കെ. അപ്പോൾ അവൻ ഒന്നും അറിയില്ലല്ലോ, അവന് ഈ പ്രണയം കാര്യങ്ങളൊന്നും അവന് അറിയില്ല. അപ്പോൾ അവൻ അത് കേട്ടപ്പോൾ ഓക്കെ ഓക്കെ ഇനി മുതൽ അങ്ങനെ പറയാം. അപ്പോൾ അവള് ഹാപ്പി, അവനും ഹാപ്പി. അങ്ങനെ അവരൊരുപാട് നേരം സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ചോദിക്കുന്നുണ്ട് പിന്നീട്, അല്ല ഇനി എന്താ, പിന്നെന്താ, എന്തെങ്കിലുമൊക്കെ പറ. അതിലവൻ പറയുന്നുണ്ട് കുറേ സമയമായില്ലേ, ഇനി ഉറങ്ങിക്കൂടെ. പക്ഷെ അത് അവൾക്ക് തീരെ ഇഷ്ടാവുന്നില്ല കേട്ടോ. കാരണം പ്രണയിക്കുന്നവർ തമ്മിൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്നാണ് അവളുടെ പക്ഷം. പക്ഷെ ഹരീഷിന് അതൊന്നും അറിയില്ലല്ലോ, പാവം. അങ്ങനെ അവൻ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് ഓ നിനക്ക് ഉറക്കം വരുന്നുണ്ടല്ലേ. അപ്പോൾ അവൻ പറയുന്നുണ്ട് അല്ല ഇത്രയൊക്കെ നേരമായില്ല അതുകൊണ്ട് പറഞ്ഞതാ, നിനക്ക് എന്നെ ബോറടിക്കുന്നുണ്ടല്ലേ എന്നവൾ വീണ്ടും ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇല്ല ബോറടിക്കുന്നില്ല, പക്ഷെ നീ ഇതിനെ പിന്നെ ഉറങ്ങാന്ന് പറഞ്ഞേ, നിനക്ക് എന്നെ ബോറടിക്കുന്നുണ്ടല്ലേ നീ ഉറങ്ങാന്ന് പറഞ്ഞേ. അയ്യോ അതല്ല ഇത്ര നേരമായില്ലേ, പിന്നെ നാളെ ജോലിക്ക് പോകാനുള്ളതല്ലേ, ശരി നീ ഉറങ്ങിക്കോ എന്നവൾ ദേഷ്യത്തോടു കൂടെ പറയുമ്പോൾ അവനാകെ സ്റ്റക്കാവാണ്. അവൾ എന്താ അങ്ങനെ പറയുന്നത്, ഇനിയിപ്പോൾ ഇതിനെന്തായാലും തിരിച്ച് റിപ്ലൈ കൊടുക്കും, ഒന്നും അവൻ അറിയുന്നില്ല. അങ്ങനെ അവൾ ഫോൺ കട്ട് ചെയ്ത് പോവാണ് കേട്ടോ. ആ സമയത്താണ് നികേഷ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. അപ്പോൾ ഹരീഷിനടുത്ത് കാണാത്തതുകൊണ്ട് അവൻ ചിന്തിക്കുന്നുണ്ട് ഹരീഷേട്ടൻ ഇപ്പം എങ്ങോട്ട് പോയി എന്നൊക്കെ അവനിങ്ങനെ ആലോചിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഹരീഷിനെ അവിടെ കാണുന്നുണ്ട്. ഹരീഷാണെങ്കിൽ നീത് കോൾ വെച്ച സങ്കടത്തിലാണ് കേട്ടോ. പിന്നീട് നീത് വീണ്ടും അവനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് തിരിച്ച് വിളിക്കാൻ അറിയില്ലേ, നീ എന്തൊരു പൊട്ടനാ. അപ്പോൾ അവൻ പറയുന്നുണ്ട് അയ്യോ അപ്പോൾ നീ വെച്ച് പോയതല്ലേ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞേ. ഓ എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോട് കൂടെ വീണ്ടും ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ എന്ത് പൊട്ടൻ, അവനൊന്നും അറിയില്ല എന്നൊക്കെ. അങ്ങനെ ഹരീഷ് ആ ടെൻഷനിൽ നിൽക്കുന്ന സമയത്താണ് നികേഷ് വരുന്നത്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് അല്ല ഇവിടെ എന്താ പരിപാടി. അവനെ കണ്ടപ്പോൾ ഹരീഷ് ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ഇവിടെ, നീ ഉറങ്ങിയില്ലേ. ഉറങ്ങി, പക്ഷെ പിന്നീട് എനിക്കിപ്പോൾ എടുത്തു കിടന്ന ആളെ കാണാനില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേ എന്നവൻ കളിയാക്കി പറയുന്നുണ്ട്. അല്ല എന്താ രാത്രി പരിപാടി ഫോണൊക്കെ ആയിട്ട്. അത് കേട്ട പരീക്ഷ പറയുന്നുണ്ട് എടാ ഒരു കസ്റ്റമർ വിളിച്ചതാണ്, വണ്ടിക്ക് എന്തോ ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് രാത്രിയിലോ, അതെങ്ങനെ. അല്ല രാത്രിയാണ് വണ്ടി കേടായത്. ഓ വണ്ടിയുടെ പേര് നീതു 66 അങ്ങനെ എന്തെങ്കിലും ആണോ. അത് കേട്ടപ്പോൾ ഹരീഷ് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നികേഷ് പറയുന്നുണ്ട് അല്ല നാമെന്താ ഇപ്പോൾ കാണുന്നേ, ഓ രാത്രി ഫോൺ വിളിക്കുന്നു, പ്രണയം പോയിട്ട് തുടങ്ങി അല്ലേ. അങ്ങനെ അവൻ എല്ലാവരും ഒന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടാന്ന് ഉറക്കനെ വിളിക്കുമ്പോൾ അവൻ വായ പൊത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ചിലവ് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ നടക്കുന്ന നമ്മുടെ സുധീഷിനെയാണ് കേട്ടോ. അവനാണെങ്കിൽ നിധീനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ അവനോട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് കയറൊന്നുമില്ല, അവന് ഉറക്കം വരുന്നില്ല, കിടക്കാനേ പറ്റുന്നില്ല അവളെ കാണാനിട്ട്. അങ്ങനെയാണ് പെട്ടെന്ന് അവൾ വരുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പം തന്നെ അവൻ വേഗം പോയിട്ട് മൂടി പൊതിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അവൾ വേഗം റൂമിലേക്ക് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾ അവനെ നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഉറക്കാണെന്ന് അവൾ വിചാരിച്ചു. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഉറങ്ങിയോ. അപ്പോഴേക്കും അവൻ മെല്ലെ സ്ലോ മോഷനിൽ തല തിരിച്ച് നോക്കുകയാണ് കേട്ടോ. കാരണം അഭിനയിക്കുകയാണെന്ന് മനസ്സിലാവരുതല്ലോ. അങ്ങനെ അവൻ തിരിഞ്ഞിട്ട് ഓ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് വേഗം ഉറങ്ങിയോ. നിന്നെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു പിന്നെ ഞാൻ ഉറങ്ങി. അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്നെ ഉറങ്ങിക്കോ, പക്ഷേ അവനെ ഉറങ്ങണ്ടല്ലോ, അവനോട് സംസാരിക്കണമല്ലോ. അതുകൊണ്ട് അവൻ പറഞ്ഞു അയ്യോ ഇപ്പോൾ ഉറക്കില്ല, എൻ്റെ ഉറക്കമൊക്കെ പോയി. അത് കേട്ടപ്പോൾ ചിരിച്ചിട്ട് അവൾ പറയുന്നുണ്ട് ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്, അച്ഛനും അമ്മയൊക്കെ എന്നോട് ഒരുപാട് സംസാരിച്ചു, അവരെന്ത് സ്നേഹത്തോടെ എന്നോട് സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ചു അവർക്ക് എന്നോട് വലിയ പിണക്കായിരിക്കുന്നു, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല സുധീഷ്, എനിക്ക് ഒരുപാട് സന്തോഷമായി. അച്ഛൻ എന്ത് സപ്പോർട്ട് ചെയ്തെന്ന് പറയാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നോട് ഒരുപാട് ഇമോഷണലായി, തെറ്റൊക്കെ അച്ഛൻ അംഗീകരിക്കുന്നുണ്ട്. സുധീഷ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. സുധീഷ് അച്ഛനെ കാർന്ന് കണ്ടോണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് ഞങ്ങളുടെ പിണക്കം മാറി, താങ്ക് യു സുധീഷ് എന്നൊക്കെ പറയുമ്പോൾ അവന് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം താനെന്ന് ഒരു അബദ്ധവശാൽ എന്തൊക്കെയോ വീറും വാശി ഇളക്കി പോകുന്നു, അതുകൊണ്ടാണല്ലോ ഒന്നീ പെട്ട് നിൽക്കുന്നത്. പിന്നെ അവരെന്തൊക്കെയോ കോമഡിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ. സുധീഷ് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്, അവൾ അതിന് തിരിച്ചു അങ്ങോട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവൾ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞ സുധീഷേ എന്നാ ഉറങ്ങിക്കോ, ഓക്കെ ബൈ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞു കിടക്കാണ് കേട്ടോ. അങ്ങനെ അവൻ തന്നോട് തന്നെ പറയാണ് സുധീഷേ നിന്റെ ട്രാക്കെല്ലാം കറക്റ്റാണ് കേട്ടോ, ഇതെന്തായാലും ശരിയാവുന്ന മട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവനെ തന്നെ ആശ്വസിപ്പിച്ചിട്ട് സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങുകയാണ്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹാളിൽ ഹേമയും രാജീവനും ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സാന്ദ്ര വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ആ ചരുണേട്ടൻ ഇവിടെ പോയി. അത് മോളെ കമ്പനിയിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ പോയതാ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അല്ല ഇത്ര നേരത്തെയോ, അതെന്താ ഇത്ര നേരത്തെ പോയേ. അതല്ല മോൾ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം, അതുകൊണ്ടാണ് അവൻ പോയത്. അപ്പോഴേക്ക് നിധി അച്ഛന് ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചായ കുടിച്ചപ്പോൾ രാജീവ് പറയുന്നുണ്ട് നല്ല അസല് ചായ. അപ്പോൾ അവൾ പറയുന്നുണ്ട് സുഭാഷ് ചേട്ടൻ പഠിപ്പിച്ചെന്നതാ, നല്ല ടേസ്റ്റ് ഇല്ലേ ചായ, അതാർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവളാ പറഞ്ഞത്. അപ്പോൾ ഹേമ ചോദിക്കുന്നുണ്ട് അല്ല
അവൻ നിന്നെ പാചകം മൊത്തം പഠിപ്പിച്ചോ, നീയാണോ എല്ലാം ചെയ്യാറ് എന്ന് പുച്ഛത്തോടെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഏയ് എന്നെ അടുക്കളയിൽ കയറ്റാറേയില്ല, എല്ലാം സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കും, എന്നാലും ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴാണ് കേട്ടോ അരുണ് വരുന്നത്. കാലിന് എന്തോ പറ്റിയ പോലെ നടക്കാൻ കഴിയാതെ കേട്ടോ വരുന്നത്. അത് കണ്ടപ്പോൾ എല്ലാവരും ഓടി പോകുന്നുണ്ട്. സാന്ദ്ര സങ്കടത്തോട് കൂടി അയ്യോ അരുണേട്ട എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും രാജീവും ഹേമയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അച്ഛ ഒരു പാർട്സിൽ കാലിലേക്ക് വീണതാണ്, ഞാൻ ടൈറ്റായിട്ട് ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ സാന്ദ്ര പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമില്ല അരുണേട്ടാ, വേഗം ഹോസ്പിറ്റലിൽ പോയി, എനിക്ക് പേടിയാവുന്നു. അപ്പോൾ അവൻ സാന്ദ്രനോട് പറയുന്നത്, മിണ്ടാതെ നിനക്ക് സാന്ദ്ര, ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. സുധീഷ് അപ്പം തന്നെ അയ്യോ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവനോട്. സാന്ദ്ര വീണ്ടും ഹോസ്പിറ്റൽ കാര്യം പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതെ അതെ ഹോസ്പിറ്റലിൽ പോകുന്ന നല്ലതാ, വല്ല എല്ലാം കൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ. അപ്പോൾ നീതി പറയുന്നുണ്ട്, മിണ്ടാതിരിക്കും സുധീഷ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല ഇത്രയും വലിയ പാക്കറ്റല്ലേ വീണത്, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ അവനെങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, അത്ര വലിയ പാക്കറ്റ് ഒന്നുമല്ല, ചെറിയൊരു പാക്കറ്റാ, ഒന്ന് റെസ്റ്റ് എടുത്താൽ റെഡിയാകും. അപ്പോഴേക്ക് സുധീഷിന് ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വേദന ഉള്ള പോലത്തെ ഫേസ് ഒന്നും അല്ലല്ലോ, എന്തോ ഒന്ന് മണക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്ക് രാജീവ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കറക്റ്റ് സമയത്ത് എത്തിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഡീൽ ഇവിടെ അവസാനിക്കല്ലോ. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, അച്ഛൻ ടെൻഷൻ ആവണ്ട, ഞാൻ എത്തിച്ചാൽ പോരെ, ഞാൻ എന്തായാലും പോയിക്കോളാം. അപ്പോഴേക്ക് സാന്ദ്ര പറയുന്നുണ്ട്, അയ്യോ ഈ വേദ കാല് വെച്ചിട്ട് പോവണ്ട. അങ്ങനെ രാജീവ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നേരിട്ട് എത്തിച്ചിട്ടില്ലെങ്കിൽ ആരും വിശ്വസിക്കാനും പറ്റില്ല, ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ തന്നെ പോയിക്കോളാം എന്ന് രാജീവ് പറയുമ്പോൾ ഹേമ പറയുന്നുണ്ട്, അയ്യോ നിങ്ങൾ എങ്ങനെ ഇത്രയും ദൂരം പോവുക, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ആണ്, ഒന്ന് നിന്നാൽ തന്നെ ബാക്ക് പെയിൻ, അപ്പോൾ ഇത്രയും നേരം ഡ്രൈവ് ചെയ്ത് പോയാൽ എന്താ അവസ്ഥ, നിങ്ങൾ പോവണ്ട. അപ്പം രാജീവ് പിന്നെ ഓരോന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അഭിമാനം നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ പോയിക്കോളാം. അപ്പോൾ അവരത് എന്തെന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതൊരു ബിസിനസ് ഡീലാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ അവർ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആരും വിശ്വസിച്ച് പറഞ്ഞയക്കാനും പറ്റില്ല, അത് അങ്ങനത്തെ ഒരു പാർട്സിലായതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, അച്ഛൻ ഞാനൊരു ഐഡിയ പറയട്ടെ, നമുക്ക് അങ്ങനെ ചെയ്താലോ. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ നമുക്ക് സുധീഷിനെ അയച്ചാലോ, കാരണം അവൻ പുറത്തുനിന്നുള്ള ആളല്ലല്ലോ, നമ്മുടെ സ്വന്തം ആളല്ലേ. അത് കേട്ടപ്പോൾ സുധീഷ് പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് കാര്യം പിടികിട്ടി, ഇത് തനിക്കുള്ള എന്തോ ഒരു പണിയാണ്, അതാണ് ഇവർ ഇത്ര ആക്ട് ചെയ്യുന്നത്. അവന് മനസ്സിലായി തന്നെ പൂട്ടാനുള്ള എന്തോ ഒരു പരിപാടിയാണെന്ന്. അപ്പോൾ രാജീവും പറയുന്നുണ്ട്, അയ്യോ സുധീഷെ, ഞങ്ങൾ നിന്നെ പണി ഏൽപ്പിക്കാമെന്ന് വിചാരിക്കരുത്, നമ്മളൊരു ഫാമിലി അല്ലേ, പുറത്തുനിന്ന് ആരും നമുക്ക് ഇതിന് കൊണ്ടുപോകാൻ പറ്റില്ല, നീ ആവുമ്പോൾ നമുക്ക് വിശ്വസിക്കാമല്ലോ, അതുകൊണ്ട് നീ ദയവേത് സഹായിക്കണം, അരുണിന് ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടല്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ. സുധീഷ് എന്തോ മുടക്ക് പറയാൻ വരുമ്പോൾ അരുൺ വീണ്ടും പറയുന്നുണ്ട്, സുധീഷ് ഒന്നും വിചാരിക്കല്ലേ, ഞാൻ ചെയ്യേണ്ട കാര്യമായിരുന്നു, പക്ഷെ എൻ്റെ കാലിങ്ങനെ ആയതുകൊണ്ടാണ്, പ്ലീസ് നീ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യണം. മറുപടി എന്ത് കൊടുക്കുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നതോട് കൂടിയാണ് കേട്ടോ ഈ എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് നോക്കാം ഇത് എന്ത് കുരുക്കാണെന്നുള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാൻ ആരും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കണ്ട. ഓക്കെ ബൈ, താങ്ക്